മുത്തപ്പൻകാവ് അല്ലെങ്കിൽ പറശ്ശിനിക്കടവ് കണ്ണൂരുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് എന്തൊക്കെയല്ലേ പറയാം അല്ലേ? ശരിയല്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട് കണ്ണൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് നമ്മുടെ മുത്തപ്പൻകാവിന്. നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന് വിസ്മയം കൊള്ളിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അവിടെ കാണുന്ന പട്ടികൾ എന്ന് പറയുന്നത്. അവർ അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും, കിടക്കുന്നുണ്ടാവും. പക്ഷെ അവർ ശാന്തരാണ്, അവരാരെയും ഉപദ്രവിക്കില്ല. അവരൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടാവും, ഒട്ടും വയലൻ്റ് അല്ല. അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്നത് നേരെ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാനായിട്ടാണ്. പ്രധാന പ്രസാദ ഭക്ഷണമായിട്ടുള്ള പയറും തേങ്ങാപ്പൂളും ചായയും ഒരു എന്താ പറയേണ്ടത്, അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് നമ്മൾ കഴിച്ച് സാവധാനം കഴിച്ച് നമ്മൾ കാവിനകത്തേക്ക് ചെല്ലുന്നു. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ കാലൊന്ന് ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒന്ന് കാല് നനയ്ക്കുന്നു, എന്നിട്ട് കാവിനകത്തേക്ക് ചെല്ലുന്നു. അവിടെ എങ്ങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ശാന്തത മാത്രമാണ്. നമുക്ക് മനസ്സമാധാനത്തിൽ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്.